മാർക്കോ എന്ന ചിത്രത്തിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റായ സുധി സുരേന്ദ്രനാണ് ന്യൂസ് 18നോടൊപ്പം ചേരുന്നത്. നമസ്കാരം. സ്വാഗതം. അത് ശരിക്കും ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ തറവാട് നിൽക്കും പോലെയാണ്. ശരിക്കും ഞാൻ ന്യൂസ് 18 ഞാൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. എന്നിട്ടാണ് ഞാൻ സിനിമയിലോട്ട് പോകുന്നത് തന്നെ. അതിൻ്റെ ഒരു അഭിമാനവും എന്താ പറയുക സന്തോഷമുണ്ട്. ഇവിടെ ന്യൂസ് 18 ഇങ്ങനെ ഒരു ഗസ്റ്റായിട്ട് വന്ന് പ്രോഗ്രാം ചെയ്യാനും ഇതിനെപ്പറ്റി മാർക്കോയെ പറ്റി സംസാരിക്കാനും വളരെ സന്തോഷം. നമുക്ക് അഭിമാനിച്ചോട്ടെ, കാരണം ഇന്ത്യ ഒട്ടാകെയല്ലേ ഇപ്പൊ കൊറിയയിലും സിനിമ റിലീസാവുന്നത്. അങ്ങനെ ഒരു പാൻ വേൾഡ് സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും ചോദിക്കുന്നത് ആരാണ് എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ചോദിക്കുന്ന അടുത്ത് സുചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്ന ആളാണെന്ന് പറയാൻ പറ്റുന്നതിൽ നമുക്കും സന്തോഷം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സുചേട്ടനെ വിളിച്ചത്. നമുക്ക് സിനിമയെ പറ്റി സംസാരിക്കുമ്പോഴേ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, ചേട്ടൻ കുറച്ച് നാളുകളായിട്ട് ഇന്റർവ്യൂ ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഏറ്റവും ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് എന്ത് ഞാൻ ചോദിക്കും, നമുക്ക് എന്ത് കിട്ടും എന്നുള്ളത് സംബന്ധിച്ചാണ്. പക്ഷെ എന്നാലും ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ടല്ലോ. ഇപ്പം ഈ സീൻ എങ്ങനെയാ എടുത്തത്, ഈ സീൻ എങ്ങനെയായിരിക്കാം യൂസ് ചെയ്തിരിക്കുന്നത്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സീൻ എല്ലാവരും ചർച്ച ചെയ്യുന്നതുമായ ഇന്റർവ്യൂ സീക്വൻസ് ആണ്. അത്രയും ബ്രൂട്ടലായി വരുമ്പോൾ അതൊരു ബ്ലഡ് ബാത്ത് എന്ന് നമുക്ക് വിളിക്കുമ്പോൾ ആ ബ്ലഡ് ബാത്തിന് പിന്നിലുള്ള കരങ്ങൾ എന്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. അപ്പം നമ്മളിത് ബ്ലഡ് ആണ് എന്ന് തോന്നിപ്പിച്ച് അത്രയും ബ്രൂട്ടലാക്കി കാണിക്കണമല്ലോ. അതിന് വേണ്ടി എടുക്കുന്ന ഡിസിഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിന് പ്രീ ആയിട്ട് ഷൂട്ട് റോളിംഗ് ആക്ഷൻ പറയുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന നിങ്ങളുടെ ഇടയിലെ ചർച്ചകൾ എന്താണ്? സംവിധായകനുമായിട്ട് അല്ലെങ്കിൽ ആർട്ട് ഡയറക്ടർ ആർട്ടിസ്റ്റുമായിട്ട് ഉണ്ടാകുന്ന ചർച്ചകളുടെ പ്രധാനപ്പെട്ട സോഴ്സ് എന്താണ്? ശരിക്കും ഒരു സിനിമ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലപ്പോൾ റിലാക്സ് സീനൊക്കെ ആയിരിക്കും മിക്ക സിനിമകളിലും. എല്ലാവരും ഒന്ന് ഫ്രീ ആവുക, ഒന്ന് സെറ്റ് ആവുക. പക്ഷേ ഈ സിനിമയിൽ അങ്ങനെ സംഭവിച്ചത് ഫസ്റ്റ് തന്നെ ഫൈറ്റാണ്. ആദ്യമേ ഫൈറ്റാണ്. ഈ മാർക്കോയിൽ സംഭവിച്ചത് അങ്ങനെയാണ്. അതായത് ഫസ്റ്റ് ഇന്റർവ്യൂ ഫൈറ്റാണ് നമ്മൾ മൂന്നാർ ഷൂട്ട് തുടങ്ങുന്നത്. ഫസ്റ്റ് ഇന്റർവ്യൂ ഫൈറ്റാണ് ഈ സിനിമയുടെ ഷൂട്ടേ തുടങ്ങുന്നത്. സാധാരണ അങ്ങനെയാണ്. നമ്മൾ ഇപ്പോൾ എല്ലാ മുഖ്യ സിനിമയിലും നോക്കിയറിയാം. നമ്മൾ നേരത്തെ ഞാൻ വന്ന ഫീൽ ഗുഡ് മൂവിയിലൊക്കെ ഭയങ്കര കൂളായിട്ട് ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അതൊന്ന് തുടങ്ങിക്കഴിഞ്ഞൊന്ന് ഓളം ആയിക്കഴിഞ്ഞാലാണ് ബാക്കി മേജർ പോർഷനിലോട്ട് വരിക. ഇത് അങ്ങനെയല്ല. ഇവർ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഫൈറ്റിൽ കൂടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം തന്നെ എല്ലാവരും ഷോക്കായി. ഇത് ഭയങ്കര പരിപാടിയാണല്ലോ. നമുക്കിത് ആദ്യമേ എൻ്റെ അടുത്ത് ഓൾറെഡി എല്ലാ പ്ലാനിങ് ഉണ്ട്. നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ കൂടിയും ടെൻഷനായിപ്പോയി. കാരണം ഫസ്റ്റ് തന്നെ ഫൈറ്റല്ലേ തുടങ്ങുന്നത്. അപ്പോൾ എന്തുമാത്രം ബ്ലഡ് നമുക്ക് ആവശ്യം വരും, ഒത്തിരി ബ്ലഡ് എടുത്ത് വെക്കാൻ പറ്റില്ല, ക്ലൈമറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടും അത് കാരണം അങ്ങനെ ഒരു ടെൻഷൻ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഷോട്ട് എടുക്കും മുമ്പേ ഇപ്പോൾ ഏതാണോ ഷോട്ട് ഇപ്പോൾ ഡയറക്ടർ ഹനീഫൊക്കെ പറയുന്നു അതിന് മുമ്പേ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സിൽ നമ്മൾ ചെയ്യും. എങ്കിൽ മാത്രമേ നമുക്ക് ഷോട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ആർട്ടിസ്റ്റിനെ വെച്ച് നമ്മൾ ഈ ഷോട്ട് എടുക്കും മുമ്പ് തന്നെ ചിലപ്പം ഇവരുടെ ഫൈറ്റേഴ്സിൻ്റെ ഡൂപ്പ് ഉണ്ടാവും. അവർ വെച്ച് നമ്മൾ ട്രെയിലേഴ്സ് നോക്കും. പല പ്രാവശ്യം അങ്ങനെ നോക്കിയിട്ടാണ് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് നമ്മൾ ചെയ്യുന്നത്. കാരണം ആ ഇൻട്രോൾ ഫൈറ്റിൽ അറിയാം മറ്റേ മുഖത്ത് ഒത്തിരി ബ്ലഡ് അടിക്കുന്നത്. അത് ശരിക്കും ഒറ്റ ടേക്കിന് ചെയ്യണം. ഒറ്റ ടേക്കിന് ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യേണ്ടതാണ് അത്. പക്ഷേ അതിന് മുമ്പേ ഈ പറഞ്ഞ പോലെ ഡൂപ്പ് ചെയ്യുന്ന ആളുടെ ഫേസിൽ ഒരു 5 പ്രാവശ്യങ്ങൾ റിഹേഴ്സ് ചെയ്യിക്കും. എന്നാൽ മാത്രമേ ആ ടൈമിങ് കിട്ടുള്ളൂ. മുഖത്തേക്ക് തെറിക്കുന്നത് അത് 5 പ്രാവശ്യങ്ങൾ നമ്മൾ റിഹേഴ്സ് ചെയ്താൽ മാത്രമേ നമുക്കത് റിയലാക്കാൻ പറ്റുള്ളൂ. ശരിക്കും അത് CGയിൽ കൂടെ നമുക്ക് ചെയ്യുന്നതല്ല. കാരണം അത് നമ്മൾ അടുത്ത് നിന്നിട്ട് തന്നെയാണ് ഉണ്ണിബ്രോയുടെ അടുത്ത് ഷോട്ടിൻ്റെ അടുത്ത് നിന്നിട്ട് തന്നെ നമ്മളിരിക്കുന്ന കൈയും നമ്മൾ കൈ വെട്ടും നമ്മളിരിക്കുന്ന മെഷീൻസും കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. ആ ഒരു സ്പ്രേ ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ടും കറക്റ്റ് ടൈമിന് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു തീർച്ചയായും അതെ. അപ്പോൾ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മൾ ചെയ്യുന്നുമ്പേ ഒരു റിഹേഴ്സൽ മസ്റ്റാണ്. കാരണം ആർട്ടിസ്റ്റിൻ്റെ ദേഹത്ത് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞില്ലേ ഒരാളുടെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻ്റ് ആണ്. നമ്മളൊരു ആദ്യമേ പോയിട്ടൊരു ആർട്ടിസ്റ്റിൻ്റെ ദേഹത്ത് ഈ ബ്ലഡ് ഇങ്ങനെ എടുക്കാൻ എന്തെങ്കിലും കണ്ണിൻ്റെ ഉള്ളിലൊക്കെ പോയി കഴിഞ്ഞാൽ പ്രോബ്ലമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സേഫ്റ്റി ആയിട്ട് ഐ ബ്ലഡ് തന്നെ ആ സീന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഐ ബ്ലഡ് ഒരു പ്രോഡക്റ്റാണ്, ഒരു ഐ ഡ്രോപ്സ് ആണ്. നമ്മൾ പറയുന്ന ഒരു സാധാരണ ഐ ഡ്രോപ്സിൽ ഒഴിക്കുന്ന ഒരു കണ്ടൻറ്റാണത്. അത് ഇട്ടെന്ന് വേറെ പ്രോബ്ലമോ ഒന്നും വരാൻ പറ്റില്ല. ജസ്റ്റ് ഒരു കൂളിംഗ് ആയിരിക്കും. കണ്ണിലിടുമ്പോൾ ഒരു വിഷ്വൽ റെഡ് ആയിരിക്കും. ഒരു 5 മിനിറ്റ്സ് ഒരു വിഷ്വലൊക്കെ റെഡ് ആയിരിക്കും എന്നേ ഉള്ളൂ. പക്ഷേ നമുക്ക് ആ ഒരു ഫൈറ്റ് സീനിനും ആ ഒരു സിറ്റുവേഷനിലൊക്കെ ഭയങ്കര എഫക്റ്റ് ആയിരിക്കും കണ്ണ്. ശരിക്കും ഞാൻ ഐ ബ്ലഡ് ഇടുന്ന മുമ്പേ ചുണ്ടപ്പൂല്ലേ, നമ്മൾ സാധാരണ കഥകളിക്കാരൊക്കെ ഉപയോഗിക്കുന്നത് ചുണ്ടപ്പൂ ഞാൻ ഓൾറെഡി കരുതി. കാരണം നമ്മൾ ഇങ്ങനത്തെ സിനിമയൊക്കെ ഓൾറെഡി കരുതും. അപ്പോൾ ഞാൻ ഗുരുവായൂരുള്ള നമ്മുടെ സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ചുണ്ടപ്പൂ ഞാൻ കരുതിയിട്ടാണ് പോകുന്നത്. ചുണ്ടപ്പൂ ഇട്ട് ആ ഫോട്ടോ ഉണ്ട്. ചുണ്ടപ്പൂ ഉണ്ണിപ്രോ കണ്ണിലിട്ട് ഒരു അരമണിക്കൂറായി, 1 മണിക്കൂറായി. പക്ഷെ അത് റെഡായി വരാൻ ടൈം എടുക്കും. നമുക്കത് സിനിമയ്ക്ക് അത് വർക്ക് ചെയ്യാൻ പാടാണ്. അങ്ങനെയാണ് ഞാൻ പിന്നെ ഒരു ഓപ്ഷൻ ഐ ബ്ലഡിലോട്ട് വന്നത്. അങ്ങനെ അല്ല, ആർട്ടിസ്റ്റിന് അങ്ങനെ കംഫർട്ട് അല്ല. പക്ഷേ പറഞ്ഞില്ലേ ഫസ്റ്റ് ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ അല്ല പിന്നെ വേറെ അത്രയും ഓൾമോസ്റ്റ് ആർട്ടിസ്റ്റെല്ലാം ഭയങ്കര സെൻസിറ്റീവാണ്. നമുക്ക് അവരെ കെയർ ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മുടെ കൂടെയാണ്. അപ്പോൾ അത് കാരണം ഈ ഐ ഡ്രോപ്സ് ഫസ്റ്റ് ഞാൻ തന്നെ ഇട്ട് നോക്കും. കാരണം ഇട്ട് നോക്കിയിട്ട് നമുക്കൊരു പ്രോബ്ലം ഇല്ല, നമുക്ക് ഇറിറ്റേഷൻ ഇല്ലെന്ന് പറഞ്ഞാൽ കൺവിൻസ് ആയിക്കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടെ ഫ്രീ ആണ്.
അപ്പോൾ അത് ഇങ്ങനെ പുള്ളിക്ക് കൊടുത്ത് പുള്ളി ചെയ്തു, ഒക്കെ ഭയങ്കര സെറ്റായിരുന്നു, എന്തായാലും ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോൾ ചുണ്ടപ്പൂവിനേക്കാളും എനിക്ക് കുറച്ച് ബെറ്ററായിട്ട് ആ സമയത്ത് തോന്നി, നല്ലത് ഓപ്ഷൻ അതായിരുന്നു. പിന്നെ മൊത്ത ഷോട്ടിൽ അങ്ങനെ തന്നെ യൂസ് ചെയ്യേണ്ടി വന്നു. സുചേട്ടാ, ഇവിടെ ഒരു കമ്പാരിസൺ സിനിമ റിലീസിന് ശേഷം വരുന്നത് കില്ലുമായിട്ടാണ്. ഹിന്ദി പടം കില്ല് അതിനേക്കാൾ മാർക്കോ വരുന്നു എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഏറ്റവും വയലന്റ് ബ്രൂട്ടൽ ആക്ഷൻ സിനിമയാണ് എടുക്കുന്നത് എന്നുള്ളത് ഉണ്ണി തന്നെ പല ഇന്റർവ്യൂസിലും സിനിമയുടെ റിലീസിന് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ബാരിയർ ആണ്, അല്ലെങ്കിൽ കില്ലൊന്നും അപ്പോൾ റിലീസ് ആയിട്ടില്ല, ഉണ്ണി ഈ ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്തൊക്കെ. ഞാൻ പറയുന്നത് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു സ്റ്റാൻഡേർഡ് എന്താണ്, അല്ലെങ്കിൽ ഇതിற்கு മേലെ പോകണം, ഇതൊരു കൊറിയൻ പടത്തിലും അങ്ങനെ എന്തെങ്കിലും ഒരു സെറ്റിംഗ് ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും. കാരണം ഈ സബ്ജക്റ്റ് കേൾക്കുമ്പോഴേ പറയുന്ന വയലൻസ് ആണ്. ഞാനൊരു സബ്ജക്റ്റ് ആദ്യമേ അനീഫിക്കടുത്ത് സംസാരിക്കുമ്പോൾ ആ സബ്ജക്റ്റിന്റെ മെയിൻ ത്രെഡേ വയലൻസ് ആണ്. ഇത് എത്രമാത്രം വയലൻസ് ഉണ്ടെന്ന് ആദ്യമേ എനിക്കറിയാം. ഞങ്ങൾക്ക് എല്ലാ പ്ലാനിങ് എല്ലാവർക്കും അറിയാം. പക്ഷേ കില്ല ആ സമയത്ത് റിലീസ് ആയിട്ടില്ല, ഷൂട്ട് നടക്കുന്ന സമയത്ത്. ഓൾറെഡി കില്ല് റിലീസായില്ല. പക്ഷേ കില്ല് റിലീസായിട്ട് അന്ന് നമ്മൾ എറണാകുളത്ത് ഷൂട്ട് കിടക്കുക. അന്ന് നേരത്തെ പേക്കപ്പായി എല്ലാവരും കില്ല് കാണാൻ പോയി, ഓൾമോസ്റ്റ് ഞാൻ ഉൾപ്പെടെ. കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഉൾപ്പെടെ കില്ല് പോയി കണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മൂവിയാണ്. ഭയങ്കര ഇമോഷണൽ വർക്കാണ്. ഈ പറഞ്ഞ പോലെ കില്ല് ഭയങ്കര ഇമോഷണലായി. ഇതും കൂടെ കണ്ടപ്പോൾ നമുക്കൊന്നും കൂടി ചാർജായി. കാരണം നമ്മൾ അതിനേക്കാളും ഭീകര സാധനം ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ധൈര്യമായി, പ്രേക്ഷകർ ഏറ്റെടുക്കും എന്നുള്ളൊരു ധൈര്യമായി. കില്ല് അങ്ങനെ പ്രേക്ഷകർ ഏറ്റെടുത്തൊരു മൂവിയാണ്. എത്ര വയലൻസ് ആയിരുന്നാലും എല്ലാവരും പോയി കണ്ട് ഭയങ്കര വിജയിപ്പിച്ച പടമാണ്. അതിലൊരു ഭയങ്കര ആ ത്രെഡ് ഉണ്ട്, ആ ഒരു ഇടിക്കാൻ തോന്നുന്നു കാണുമ്പോൾ ഇല്ലേ, ആ ഒരു ഫീല് ഇതിൽ വരുന്നുണ്ട്. അതാണ് ഇതിന്റെ ഒരു വിജയം. ഞാൻ ചോദിക്കുന്നത്, ആ കില്ല് ഞാൻ പരാമർശിച്ചത് തന്നെ കമ്പാരിസൺ വരുമെന്നുള്ളത് നിങ്ങൾക്ക് ആ ഷൂട്ട് സമയത്ത് അറിയാമായിരുന്നു എന്നറിയാം. അല്ല, അത് ശരിക്കും നമ്മൾ ഇതായി കില്ല് റിലീസ് ആവുന്നുമ്പേ ഓൾറെഡി പാക്ഡ് ആണത്. ഈ പറയുന്ന പോലെ പ്രോസറ്റിക് സാധനങ്ങളും ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ട് ചെയ്ത് മൂന്നാർ ഫൈറ്റ് കഴിഞ്ഞ് എറണാകുളത്ത് ഷൂട്ട് വരുമ്പോഴത്തേക്കുമാണ് ഈ കില്ല് റിലീസാവണത് തന്നെ. നമ്മൾ ആ ഷൂട്ടിങ് ആ എറണാകുളത്തെ ഷെഡ്യൂൾ കഴിയാറാവുമ്പോഴാണ്, അപ്പോഴത്തേക്കുമാണ് ഈ പറയുന്ന ഈ കില്ല് റിലീസാവുന്നത്. സംഭവം നമ്മൾ പോയി കണ്ടതെന്ന് വെച്ചാൽ എന്താണോ ഇതിന് നമ്മൾ കൂടുതലാണോ അതോ കുറവാണോ എന്ന് അറിയണമല്ലോ. ആ ഒരു കമ്പാരിസൺ മനസ്സിലാക്കാനും കൂടിയിട്ടാണ്. ഞാൻ ഹിന്ദി പടം, എനിക്ക് ഹിന്ദി അറിയത്തില്ല, എന്നാലും ഞാൻ പോയി കാണാൻ പോയത്. മെയിൻ ഇമ്പോർട്ടൻസ് സാധനം അതാണല്ലോ. അപ്പോൾ നമ്മളത് കാണണമല്ലോ. അപ്പോൾ അത് പോയി കണ്ടപ്പോൾ ഇതിനേക്കാളും കൂടുതലല്ലേ നമ്മളൊന്ന് ചിന്ത അപ്പോൾ വന്നു. അപ്പോഴേ എല്ലാവർക്കും ഓൾറെഡി ഇത് കില്ലിനേക്കാളും മേളിലാണെന്ന് ഓൾറെഡി സംസാരം നമ്മുടെ സെറ്റിൽ തന്നെ ഉണ്ടായി. പിന്നെ പ്രീ ക്ലൈമാക്സിലോട്ട് വന്നപ്പം കയ്യിൽ നിന്ന് പോയി, മൊത്തം വേറെ റേഞ്ചിലോട്ട് പടം പോയി. അതോടൊപ്പം തന്നെ ഇതിനകത്ത് പറയുന്ന ഒരു സീക്വൻസ്, സ്റ്റെയർ കേസ് ഫൈറ്റ് സീൻ, അത് റിലീസിന് ശേഷം എല്ലായിടത്തും ചർച്ചയാണ്. കാരണം ഒരു സിംഗിൾ ഷോട്ട് സീക്വൻസ് ആണ്. അത് ഉണ്ണി എങ്ങനെ പുൾ ഓഫ് ചെയ്തു എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഉണ്ണി ഇങ്ങനെ പുൾ ഓഫ് ചെയ്തതോടൊപ്പം തന്നെ ടെക്നീഷ്യൻസ് ഇത് ഇങ്ങനെ പുൾ ഓഫ് ചെയ്തു എന്നൊരു ചോദ്യം. നിങ്ങൾ ഒട്ടാകെ എല്ലാവരും വർക്ക് ചെയ്യുന്ന അതിന് പിന്നിലുള്ള ആ പ്രത്യേക സീക്വൻസിന് പിന്നില് നിങ്ങളുടെ കരങ്ങളിൽ ഉണ്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു അതിന്റെ ടീം വർക്ക് എങ്ങനെയാണ് ഉണ്ട്? കാരണം അത് ആ ഒരു ഫൈറ്റ് എടുക്കുന്നതിൽ ഒരു ഫൈറ്റേഴ്സ് എങ്ങനെ ഒരു 10-30 ഫൈറ്റേഴ്സ് ഉണ്ട്. ആ ഒരു ഫൈറ്റേഴ്സും അതിൻ്റെ കൂടെ തന്നെ ഉണ്ണി ബ്രോയും ഉണ്ട്. എനിക്കതിൽ സഹായിച്ചത് എല്ലാവരും മാസ്ക് ആയിരുന്നു. അപ്പം ഒരാളെപ്പോലും നമുക്കത് കണ്ടിന്യൂറ്റി പ്രശ്നം വരുന്നില്ല. ബാക്കി ഫൈറ്റിനൊക്കെ നമുക്ക് ബ്ലഡ് കണ്ടിന്യൂറ്റി ഇടണം, പല പ്രശ്നങ്ങളുണ്ട്. ഈ ബ്ലാക്ക് ഡ്രസ്സും കൂടെ ആയതുകൊണ്ട് അത് ഭയങ്കര ഉപകാരം എനിക്ക് വരുന്നുണ്ടായി. മൊത്തത്തിൽ ഭയങ്കര ഉപകാരമായി. മാസ്ക് കാരണം ഉണ്ണി ബ്രോയുടെ ഫേസ് മാത്രം നമുക്ക് കൺട്രോൾ ചെയ്താൽ മതി. അപ്പോൾ അത് കലൈ മാസ്റ്റർ ഒരു ഐഡിയയാണ്. ഫൈറ്റ് മാസ്റ്റർ കലയുടെ ഒറ്റ ഐഡിയ. നമ്മൾ ഫോട്ടോ വെച്ചിലാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ബിൽഡിംഗ് കാണുന്നു, മാസ്റ്റർ അതിനെ കമ്പോസ് ചെയ്ത് മാസ്റ്റർ അതിനെ എടുക്കുന്നു. അപ്പോൾ ആ സ്റ്റെപ്പിൽ കയറുമ്പോൾ ഇവിടെ നമ്മുടെ ടീംസ് എല്ലാം അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്ത് വിടും. സിംഗിൾ ഷോട്ട് അപ്പോൾ തീരുമാനിച്ച് അവർ പ്ലാനിങ് ആ സ്റ്റെപ്പിൽ കലൈ മാസ്റ്റർ തീരുമാനിച്ച് ചെയ്യുകയാണ്. പുള്ളി തന്നെ ക്യാമറയ്ക്ക് എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് എല്ലാം പരിപാടിയെല്ലാം കൊണ്ടുവന്ന് അതിൻ്റെ കൂടെ അങ്ങ് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് താഴെ നിന്ന് ഓൾറെഡി ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറി പോകുമ്പോൾ എല്ലാവർക്കും പോകാൻ പറ്റില്ല, കൺസെഷൻ. അപ്പോൾ താഴെ നിൽക്കുക, താഴെ നിന്ന് റെഡിയാക്കി അങ്ങോട്ട് വിടുകയാണ്. റെഡിയാക്കാനൊന്നുമില്ല, എല്ലാവരും മാസ്ക് സെറ്റ് ചെയ്യുക. പിന്നെ ചില ആൾക്കാരുടെ കയ്യിലൊക്കെ നമ്മൾ സ്പോഞ്ചിൽ ബ്ലഡ് കൊടുത്തിട്ടുണ്ട്, കയ്യിൽ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ടൈമിനനുസരിച്ച് അവരൊക്കെ പണിഞ്ഞോളും. നമുക്കൊന്നും അതല്ല, അതായത് ഉണ്ണി ബ്രോ ഇടിക്കുന്നതും ആ ഒരു ടൈമിങ്ങിൽ ബ്ലഡ് എങ്ങനെ പോകുന്ന സാധനങ്ങളൊക്കെ ചിലപ്പം അവന്മാർ തന്നെ നമ്മൾ സ്പോഞ്ച് ഉണ്ടല്ലോ, സ്പോഞ്ചിൽ ഫില്ല് ചെയ്ത് കയ്യിലങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോകും. ഭയങ്കര രസമുള്ള പരിപാടിയാണ്. നമ്മൾ മോണ്ടിട്ട് നോക്കിക്കൊണ്ടിരുന്നാൽ മതി. നേരെ മേളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ മേളത്തെ പോർഷനുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അവിടെ എന്തൊക്കെ ഈ മുറിവ് പാച്ചേഴ്സൊക്കെ വരുന്നുണ്ടെങ്കിൽ എല്ലാം ചെയ്യേണ്ടി വരും. അതിലും CG സഹായം നമുക്ക് വന്നിട്ടുണ്ട്. ആ സ്റ്റെപ്പിലും ആ സ്റ്റെപ്പ് ഫൈറ്റിലും കുറച്ച് ഭാഗങ്ങൾക്കൊക്കെ ഈ പറഞ്ഞ പോലെ CG സഹകരിച്ചിട്ടുണ്ട്. കാരണം CGയുടെ നമ്മൾ ഈ മാർക്കോ സിനിമയിൽ CGക്ക് നല്ലൊരു ഘടകമുണ്ട്. പല ഭാഗങ്ങളിലും പല ഡിപ്പാർട്ട്മെൻറ്റിനും
പല ഇതിനും CGയുടെ ഉപകാരം ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. അല്ല, ഞാൻ അതും കൂടെ ചോദിക്കാം. കാരണം ചില ഷോട്ടുകൾ ആളുകൾ കാണുമ്പോൾ CG ആണെന്ന് ഉറപ്പിക്കും. നിങ്ങൾ തന്നെ ചെയ്തതായിരിക്കും. അത് വിഷമം ഉണ്ടാക്കാറുണ്ട്. പിന്നെ തീർച്ചയായിട്ടും, കാരണം അത് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു മറ്റേ ആ ചേച്ചിയുടെ ക്ലൈമാക്സിൽ ഇങ്ങനെ കയറുന്ന ഒരു സാധനം, അതെ, ഒരുപാട് പേര് ഭയങ്കരമായിട്ട് വന്നത്. അതും ഈ പറഞ്ഞ പെട്ടെന്നുള്ളൊരു പ്ലാനിങ് ആണ്. അത് നമ്മളെ പ്ലാനിങ്, നമ്മുടെ അടുത്ത് സബ്ജക്റ്റ് സംസാരിക്കാൻ വരുന്ന പ്ലാനിങ് ഒന്നും അല്ല അത് ഈ കലൈ മാസ്റ്റർ. ഞാൻ അപ്പൊ ഈ ഷോട്ട് ഉൾപ്പെടെ അപ്പോഴുണ്ടാവുന്ന പ്ലാനിങ് വാഗിരുന്നൊക്കെ അപ്പം ഉണ്ടായതാണ്, അല്ലാതെ എഴുത്തിലില്ല. ഇന്ന് നാളെ നൈറ്റ് പറയടാ, നാളെ നമുക്ക് വാഗിറെന്ന് പറഞ്ഞിട്ടതും ഇല്ല. ഇവർ ഷൂട്ട് ചെയ്ത് പോകുമ്പോൾ ആ മൂഡ് അങ്ങനെയാണ്, ആ ഒരു ഫീലിംഗ് അങ്ങനെയാണ്. കാരണം അത്രയും കബീർ സിംഗ് ആ കൊച്ചു പിള്ളേരെയൊക്കെ എടുത്തിട്ട് ആ ഷോട്ടിന് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റൂല, അവിടെ നിൽക്കണോ ഇടിച്ചു അത്ര. ഞാൻ ഫസ്റ്റ് ഷോയ്ക്ക് പോയതാ, എന്റെ റോയിൽ ഉണ്ടായിരുന്നു. ശരിക്കും നമുക്ക് ആ കൈ ഇങ്ങനെ വലിച്ച് ഉള്ളിലിട്ട് കീറുന്ന സംഭവം നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല. ആ ഒരു നമ്മളൊന്നും പ്ലാനിങ്ങും അല്ല അതിന് വേണ്ടിയിട്ട് ഒരു പ്രോസറ്റിക്ക് വലിയ രീതിയിലൊന്നും പണിഞ്ഞിട്ടുമില്ല. കാരണം ആ ഷോട്ടിന് അപ്പം കലൈ മാസ്റ്റർ പറഞ്ഞു സുധി എന്താ കിളിച്ച് പോടലാന്ന്. ഓക്കെ, നമുക്ക് പറയാമല്ലോ. കാരണം അതിന് മുമ്പേ നമ്മൾ ഭയങ്കര ഭീകര സാധനങ്ങൾ ചെയ്ത് ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊരു വിശ്വാസമാണ് നമ്മളുള്ളത്, മനസ്സിലായത്. ഇവർ ഹൈ ആയി. അപ്പം നമ്മൾ ഇതിനു മുമ്പേ ഈ പറഞ്ഞ പോലെ ജഗദീഷ് ചേട്ടൻ്റെ നമ്മുടെ മുഖത്ത് ഇതൊക്കെ നിമിഷ നേരം കൊണ്ട് ചെയ്ത് കൊടുത്തതിൻ്റെ ഒരു കോൺഫിഡൻറ്റ് ഇവർക്കും ഉണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് നമ്മളിത് പറയുന്നത്. പെട്ടെന്നൊന്ന് ഇതൊക്കെ ഇടണം. അപ്പം നമ്മളിരിക്കുന്ന സിലിക്കോൺ മെറ്റീരിയൽ കൊണ്ട് തന്നെയാണ് ഇവിടെ അത്രയും വായുടെ 2 പീസ് ഇങ്ങനെ ചെയ്തിട്ട് ബ്ലഡ് ഫില്ല് ചെയ്ത് കളറിങ് ചെയ്തത്. പക്ഷേ അത് വിഷ്വൽ ബേസ് കാണുമ്പോൾ മിക്കവരും വിചാരിക്കുന്നത് CGയിൽ കൂടെ ചെയ്തതാണോ എന്നുള്ളൊരു ഡൗട്ടുണ്ട്. ശരിക്കും അത് CG അല്ലെന്നാണ് സത്യം. അങ്ങനെ പല ഡൗട്ടും ഈ സിനിമയിലുണ്ട് പലർക്കും. തീർച്ചയായും. കാരണം ഞാൻ അതാ ചോദിക്കുന്നത്, ഇപ്പൊ CGക്ക് കുറെ ക്രെഡിറ്റ്സ് പോകുമ്പോൾ അതെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവർ ചെയ്തില്ലെന്ന് പറയണല്ല കേട്ടോ. അവർ നമ്മളോട് മാക്സിമം സഹകരിക്കാൻ പറ്റും സഹകരിച്ചു. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഡീറ്റെയിലിംഗ് കുറേ വർക്കൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കാരണം അത് പ്രോസറ്റിക് ആർട്ടിസ്റ്റും നമ്മളോട് സഹായിച്ചതാണ്. അപ്പോൾ നമുക്ക് അത്രയും നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ അറിവിൻ്റെ പരിമിതി കൊണ്ട് ചോദിക്കട്ടെ, നമ്മൾ ഈ ക്ലോസപ്പ് ഷോട്ടും അല്ലാതെ ഒരു വൈഡ് ചെയ്യുന്നത് തമ്മിലുള്ള വ്യത്യാസം മേക്കപ്പിൽ തന്നെ ഉണ്ടാവും. കുറച്ച് ഡീറ്റെയിലിംഗ് കൂടുതൽ കൊടുക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ. അത് നമ്മൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്? നമ്മൾ ഡയറക്ടറിനോട് നേരത്തെ ഇത് ക്ലോസ് ഷോട്ടാണ്, അതനുസരിച്ച് നിങ്ങൾ കൂടുതൽ എക്സ്ട്രാ ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട്. അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു അത് നമ്മളിപ്പോൾ അറിയാലോ. നമ്മളിപ്പോൾ ഒരു സീനിന് എന്തൊക്കെ ഷോട്ട് പോകണം നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ എപ്പോഴും മോണിറ്റർ എടുത്തിട്ടുണ്ടാവും. അപ്പം ഡയറക്ടറിനോട് പറയുന്ന സജഷൻ ചോദിച്ചിട്ട് നമുക്ക് എപ്പോഴും അറിയാൻ പറ്റും ഏത് ഷോട്ടാണ്. അപ്പം നമ്മുടെ അസിസ്റ്റൻ്റ് ആയിരിക്കും അത് കൺട്രോൾ ചെയ്യുന്നത്, സെറ്റ് ബേസിൽ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഞാൻ മോണിറ്ററിനോട് നിൽക്കുമ്പോൾ അറിയാൻ പറ്റും ഏത് ക്ലോസ് ഷോട്ടാണോ വൈറ്റ് ഷോട്ടാണോ. അപ്പോൾ അവിടെ എന്തൊക്കെ വേണമെന്നുകൂടെ ഞാനിവിടെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിനനുസരിച്ച് അവിടെ പിള്ളേർ മാനേജ് ചെയ്യും. അപ്പോൾ അതാണ് അവിടെ സംഭവിക്കുന്നത്. പിന്നെ ഈ CG ബ്ലഡ് ഇടുന്നത് ഈ വൈറ്റ് ഷോട്ടിലൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്, പറ്റാത്ത കാര്യങ്ങളുണ്ട്. വൈറ്റ് ഷോട്ടിലിപ്പം ഈ ഇൻ്റർവെൽ ഫൈറ്റിൽ ഉണ്ണിപ്രോ രണ്ടാമത് തിരിച്ചു വന്നിട്ട് കംപ്ലീറ്റ് ആൾക്കാരെ മെഷീൻ കൊണ്ട് കട്ട് ചെയ്യുന്ന സംഭവമുണ്ട്. അതെല്ലാം CGയുടെ സഹായത്തോടെ ചെയ്തതാണ്. കാരണം അതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കാരണം എങ്ങനെ ഒന്ന് കൺട്രോൾ ചെയ്താലും നമുക്കത് ബ്ലഡ് ചെയ്യണത് ഒന്നും ചെയ്യാൻ അതപ്പോൾ CGയുടെ സഹായം തന്നെ നമുക്ക് വേണ്ടി വരും. അതുപോലെ തന്നെ ക്ലൈമാക്സിൽ ഗണ്ണെടുത്ത് വെടിവെക്കുമ്പോൾ ബ്ലഡ് വരുന്നതും അതൊക്കെ CGയുടെ സഹായത്തിൽ തന്നെയാണ് വരുന്നത്. പക്ഷേ ആ CGയുടെ സഹായത്തിൽ ബ്ലഡ് ഇട്ട് കഴിഞ്ഞ ശേഷം ഈ ബോഡിയിലും ഈ ഗ്രൗണ്ടിലൊക്കെ നമ്മൾ ഇടണം. കാരണം ആ കണ്ടിന്യൂഷൻ നമുക്ക് പിടിക്കേണ്ടി വരും. അത് നമ്മൾ തന്നെ വർക്ക് ചെയ്യണം. അതായത് അത് ആ സ്പോട്ടിന് ഇങ്ങനെ തെറിക്ക് സ്പ്രേ ചെയ്യുന്നതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാത്തത് CG സഹായം ചെയ്യേണ്ടി വരും. ഓൾമോസ്റ്റ് നമ്മളിപ്പം നമുക്ക് കൈ കട്ട് ചെയ്യുന്ന ലൈവായിട്ട് കട്ട് ചെയ്യുന്നപ്പോൾ അൻവറിൻ്റെ ലൈവായിട്ട് കട്ട് ചെയ്യുന്നതൊക്കെ നമ്മുടെ വഴി ട്യൂബ് ഉള്ളിൽ കൂടെ എടുത്തിട്ട് സ്പ്രേ ചെയ്യുന്നതാണ്. നമ്മളിരിക്കുന്ന ഗൺ സ്പ്രേ തേർഡ് ഹാൻഡ് ഉണ്ടാക്കിയിട്ട് അത് ലൈവായിട്ട് കട്ട് ചെയ്യുന്നതായിട്ടാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ സെൻസറിങ്ങിൽ അത്രയും ലൈവ് കട്ടായി. ഇത് എൻ്റെ ചോദ്യം, ഈ സെൻസറിങ്ങിലോട്ട് വരണം. ഞാൻ ആ പോയിന്റിലേക്ക് വരാൻ, ഇത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കും ഒരു തോട്ട് ഉണ്ടാവില്ലേ ആ സീനിൽ പണിവിട്ടതാണല്ലോ എന്നുള്ളത്? ഞാൻ പറയുന്നത് ഡയറക്ടറിന്റെയും ആക്ടറിനോടൊപ്പം തന്നെ ഒരു വിഷയം ഉണ്ടാവുന്ന. തീർച്ചയായും. കാരണം ഞങ്ങൾ അത്രയും അഫർട്ട് എടുത്ത് വർക്ക് ചെയ്തിരുന്നു. ഞങ്ങൾ അത്രയും ആ ഒരു കാണാനുള്ള പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ചില ആൾക്കാർക്ക് ഈ പ്രേക്ഷകർ കാണുമ്പം ഈ പറയും ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് അത് കാണാത്തതിൻ്റെ വിഷമമുണ്ട്. കാരണം അത്രയും ഞാൻ രാവും പോലെ കിടന്ന് കഷ്ടപ്പെട്ടൊരു മൂവിയാണ്. അപ്പം ഞാൻ ആ സിനിമ കാണുന്നത് ദുബായിൽ നിന്നാണ്. ഞാനും ആസിഫ് അലിക്കും കൂടെ പോയാണ് കാണുന്നത്. അപ്പോൾ
ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഫുള്ള് റിവ്യൂസ് കണ്ടിട്ട് പോയി പടം കാണുന്നതാണ്. അപ്പോൾ പടം കാണുന്നേക്കാളും എനിക്ക് എൻ്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ അത് എന്തൊക്കെ കട്ടായി പോയിട്ടുണ്ടെന്ന് കാണുക എന്നുള്ളതാണ്. കാരണം 8 മിനിറ്റ് സെൻസറിങ് കട്ട് ചെയ്തെന്ന് പറഞ്ഞു. പക്ഷേ സെൻസറിങ്ങിന്റെ നമുക്ക് ഇന്ന പോർഷൻസ് കട്ടായിട്ടുണ്ടെന്ന് പറഞ്ഞൊരു ചാർട്ട് വരും. ചാർട്ട് വന്നതിലാണ് കുറച്ച് ഈ പറഞ്ഞ ബ്രൂട്ടലായിട്ടുള്ള കുറേ കാര്യങ്ങൾ കട്ടായെന്ന് ഞാൻ അറിഞ്ഞത്. അതായത് ആ കുഞ്ഞിനെടുക്കുന്നതും ഈ ലൈവ് ഈ ബിഗിനിങ്ങിലുള്ള കൈ കട്ട് ചെയ്യുന്നത്, മറ്റേ നമ്മുടെ ഇതില്ലേ മറ്റേ ഗ്യാസ് കുറ്റി കൊണ്ട് ആ കുഞ്ഞിനെ നശിപ്പിക്കുന്നതൊക്കെയാണ് കട്ടായിരിക്കുന്നത്. പിന്നെ റീഡേഷൻ ക്ലിയർ ഇതിന്റെയൊക്കെ എക്സ്ട്രീം ക്ലോസപ്പ് ഉണ്ടായിട്ടുണ്ട്. ഉണ്ട് തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞില്ലേ ഉണ്ട് തീർച്ചയായിട്ടും. ആ ബോഡി ഇല്ല, ഞാനൊരു ആസിഡ് ടീമിന് ഒരു ബോഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിലൊക്കെ എന്തോരം പോയെന്ന് പറയും. അതൊക്കെ ഈ പറഞ്ഞു ക്യാമറമാൻ സാറും ഡയറക്ടർ സാറൊക്കെ പറഞ്ഞിട്ട് ഡീറ്റെയിലിംഗ് ക്ലോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഇതൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ പോലും നിങ്ങൾക്ക് ഉള്ളിനുള്ളിൽ കാണത്തില്ല ഇത് സെൻസർ ബോർഡ് കട്ട് ചെയ്ത് കളയുന്നുള്ളത്? അത് ഓൾറെഡി നമ്മൾ പറഞ്ഞില്ലേ എ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന പടമാണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. എ സർട്ടിഫിക്കറ്റ് പടത്തിൽ പോലും പിന്നെ എന്തിനാണ് ഇത് കട്ട് ചെയ്യുന്നൊരു ചോദ്യം ന്യായമല്ല? അതെ ന്യായമാണ്. പക്ഷെ അത് അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട് ഇപ്പോൾ. കാരണം ഇപ്പോഴും ആ ഒരു ലിമിറ്റേഷനും അതിൻ്റെ ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷനും ഉണ്ട്. നമ്മളിപ്പോൾ എ സർട്ടിഫിക്കറ്റ് കാണുന്നതുകൊണ്ട് എല്ലാം അങ്ങ് കാണിക്കാൻ പറ്റില്ലെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇതൊക്കെ OTT-ൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം അത് നമുക്കിപ്പോൾ ഫൈനലിസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഇവരുടെ ഇപ്പോൾ യൂട്യൂബിൽ തന്നെ അധികം ബ്ലഡ് കാണിച്ച് കഴിഞ്ഞാൽ അടുത്ത് റിമൂവ് ചെയ്യുന്ന സംഭവമുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ OTT-ൽ അങ്ങനെ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് അറിയില്ല. കാരണം ഇപ്പോൾ ഞങ്ങളുടെ ഒരു വിശ്വാസം ഈ കട്ട് ചെയ്ത ഭാഗങ്ങൾ ഉണ്ടാവും എന്നുള്ള വിശ്വാസം ഈ എല്ലാവരെ പോലെ എനിക്കും ഉണ്ട് എന്നുള്ളതാണ്. ചേട്ടാ അതോടൊപ്പം തന്നെ നിർമ്മാതാവ് ഒരു കാര്യം റിയാസ് ഖാന്റെ പോർഷൻസ് കട്ട് ചെയ്തത് സംബന്ധിച്ച് തന്നെയാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞത് അതിനകത്ത് അത്രയും ബ്രൂട്ടൽ സീൻസ് ആയിരിക്കും. പക്ഷെ പിന്നീട് പുള്ളി അതിനൊരു ക്ലാരിഫിക്കേഷൻ വരുത്തിയത് ബ്രൂട്ടൽ സീൻസ് അല്ല എന്നുള്ളത്. എന്താണ് ആ സീൻസിനെ പറ്റി അറിയാമോ? അതാ എൻ്റെ അറിവിലും അത് തന്നെയാണ്. ബ്രൂട്ടൽ സീനായിട്ട് അതൊന്നുമില്ല. അതൊരു ഈ സിനിമയുടെ ഒരു ഭാഗമായിട്ട് ഒരു ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്ന ഒരു പോലീസ് സീനാണ്. അതാണ് എനിക്കറിയാം. കാരണം അതിൽ വേറെ വലിയ വയലൻസ് പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് ഒരു ഫൈറ്റ് സീൻ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൽ ഉണ്ണി ബ്രോയ്ക്ക് വേറൊരു ചേഞ്ചാണ്. അവർ വേറൊരു ഗെറ്റപ്പാണ്. കാരണം ഇതിനൊരു ചെറിയൊരു ഫ്ലാഷ് ബാക്കായിട്ട് കാണിക്കുന്ന ഒരു സീനാണ്. അപ്പോൾ അത് എനിക്ക് ടൈമിങ്ങിൻ്റെ ഒരു പ്രശ്നത്തിൽ മാത്രം അത് മാറിയതെന്നാണ് തോന്നുന്നത്, വേറെ ഒന്നുമല്ല. ആൻസന്റെ സീക്വൻസ്, ആൻസന്റെ പ്രത്യേകിച്ച് ആൻസന്റെ മുഖത്തുണ്ടാവുന്ന ഈ പാടുകൾ, ആൻസന്റെ മാത്രമല്ല ഞാൻ പറയുന്നത് ഇപ്പൊ അഭിമന്യുയുടെ ആയിക്കോട്ടെ, അങ്ങനെ നമുക്ക് ഡീറ്റെയിലിംഗിന്റെ ടു ദ കോർ എന്നൊക്കെ നമ്മൾ പറയും. അത്രയും ഡീറ്റെയിലിംഗ് മലയാള സിനിമയിൽ അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലെന്നേ. നമുക്കത് വളരെ ഫ്രഷ് ആണ് അങ്ങനെ ഒരു ഐറ്റം. കൊറിയയിലും ബാക്കിയുള്ള ഭാഷയിലും കണ്ട് നമുക്ക് ഇവിടെ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളതാണ്. എല്ലാവരും പറയുന്ന ഒരു ചോദ്യമുണ്ട്, മറ്റ് ഭാഷകളിൽ ഇതുപോലുള്ള സിനിമകൾ വന്നാൽ മലയാളികൾ വിജയിപ്പിക്കും, മലയാളത്തിൽ വന്നാൽ ഇത് വിജയിക്കുമോ എന്നുള്ളത് അതിനൊരു ഉത്തരവല്ലേ? പിന്നെ തീർച്ചയായും പാൻ ഇന്ത്യയിലെ ചർച്ച ചെയ്യാൻ വിഷയമാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പ്രോഡക്ട്സ് കിട്ടുന്നില്ല എന്നുള്ളതല്ലേ ഇതിന്റെ വസ്തുത. ശരിക്കും അങ്ങനെ അതിനൊരു ധൈര്യം കുറച്ചും കൂടി, അതാണ് ആ ധൈര്യം എടുത്തതാണ് നമ്മളെ പ്രൊഡ്യൂസർ ഷഫീഖ് സാറും ഡയറക്ടർ അനീഫ് അദാനി ഉണ്ണിച്ചേട്ടനൊക്കെ ആ ഒരു ധൈര്യമാണ്. നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്ത് കാണിക്കണം എന്നുള്ളൊരു സാധനം എനിക്കും അതാണ് വന്നത്. കാരണം എൻ്റെ അടുത്ത് ഈ സബ്ജക്റ്റ് സംസാരിക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഒരു പേടിയായിരുന്നു, ഇത്രയും വലിയ സബ്ജക്റ്റ് നമ്മളെ കയ്യിൽ നിൽക്കുമോ. കാരണം ഇത്രയും ഞാൻ സാധാരണ ഫീൽ ഗുഡ് മൂവിയൊക്കെ ചെയ്ത് ഇങ്ങനെ ചില്ലായിട്ട് പോണ മൂഡിലാണ് പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്താണ് നമുക്ക് ഇത്രയും വയലൻസ് മൂവി വരുന്ന സമയത്ത് എനിക്ക് സ്വാഭാവികമായിട്ട് ഡൗട്ടുണ്ട്, ഇത് എന്നെ കൊണ്ട് സാധിക്കുമോ എന്നുള്ളത് ഡൗട്ട് എനിക്ക് വരും. പക്ഷേ ഞാനത് ചലഞ്ചായിട്ട് എടുത്തു. മനസ്സിലായി, ഇത് നമ്മളെ കൊണ്ട് സാധിക്കുമോ എന്നുള്ള ചലഞ്ച്, നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ട് ആ ഒരു ചലഞ്ചിന് ഞാൻ എടുത്തിട്ടാണ് ഞാനൊരു ടീമിനെ ബിൽഡ് ചെയ്തത്. നമ്മുടെ ആ ഒരു ടീമിനെ ബിൽഡ് ചെയ്തപ്പോൾ ആ ടീം വഴി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റി. നമുക്ക് ബേസ് ഒരാൾ വേണം. ഇപ്പോൾ എന്നെ കൊണ്ട് മാത്രം ഒരു വലിയൊരു പടം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു ബേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഒരു ടീം ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഒരു ചാർട്ടും പ്ലാനിങ്ങിലെ കൂടെയാണ് ബാക്കി കാര്യങ്ങൾ പോയത്. പക്ഷേ എല്ലാം സക്സസ് ആയിരുന്നു. എനിക്ക് ടീമിനെ പറ്റി ഒന്ന് പറയാം, കാരണം അറിയാനായിട്ട്. തീർച്ചയായിട്ടും കാരണം പിന്നെ തീർച്ചയായും എല്ലാവരും നല്ല പണിയെടുത്താണ്. ഇപ്പോൾ എൻ്റെ കൂടെ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ വർക്ക് സംസാരിക്കുമ്പോൾ എനിക്ക് എന്തായാലും ഇത് പ്രോസറ്റിക് വർക്കിനാണ് മെയിനായിട്ടുള്ളത്. പ്രോസറ്റിക് വർക്ക് നമ്മൾ സാധാരണ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ആശാൻ ഉൾപ്പെടെ PN മണി സാർ വരെ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ സിനിമയിൽ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സഹായത്തിന് എൻ്റെ സേതു എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ട്, അവനെ കൊണ്ട് നമ്മൾ മോൾഡ് വർക്ക് ഡിസൈൻ. കാരണം സേതുവിനെ ഞാൻ നേരത്തെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ക്യാരക്ടർ സ്കെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു സിനിമയ്ക്ക് ഒരു ക്യാരക്ടർ ഡയറക്ടർ അടുത്ത് പറയുമ്പോൾ അത് സ്കെച്ച് ചെയ്ത് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സേതുവിനെ സമീപിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് സേതു ഈ പ്രോസറ്റിക് വർക്കിന് കുറേ ഡീറ്റെയിലിംഗ് ചെയ്യാറുണ്ട്. നമ്മൾ ഈ മോൾഡ് വർക്ക് എടുത്തിട്ട് മോൾഡിനെ കുറച്ച് ക്രിയേറ്റ് ചെയ്ത് ഡീറ്റെയിൽ നമ്മൾ പറയുന്നതിനനുസരിച്ച്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വീട് വെക്കുകയാണെന്ന് വെച്ചോളൂ, വീടിൻ്റെ ഒരു എഞ്ചിനീയർ ഞാനായിരിക്കും. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് പ്ലാൻ ചെയ്ത് നമുക്കൊരു സാധനം പ്രോപ്പർട്ടി തരുമല്ലോ, ആ ഒരു ചുമതല സേതുവിനായിരുന്നു. കാരണം നമ്മൾ പറയുന്നതിനനുസരിച്ച് ചെയ്തു തരിക, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു തരുമ്പോൾ നമ്മളത് പ്രസൻറ്റ് ചെയ്യുക, ഡയറക്ടറിൻ്റെ അടുത്ത് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തം എൻ്റെയാണ്. അപ്പോൾ അതിന് സഹായിച്ച ആളാണ് പുള്ളി. കാരണം നന്നായിട്ട് പുള്ളി എനിക്ക് വർക്ക് ചെയ്തു തന്നു. പിന്നെ എൻ്റെ കൂടെ ഇങ്ങനെ അസിസ്റ്റൻസ്, എൻ്റെ കൂടെ 5-6 വർഷമായിട്ട് കട്ടയ്ക്ക് നിൽക്കുന്ന ഷിബു ഉണ്ട്, അതുപോലെ ജയൻ, സമീർ, ജിഷ്ണു, ഇവരൊക്കെ നമ്മളോട് സ്ഥിരം നിൽക്കുന്ന ആൾക്കാരാണ്. അവരൊരു സഹകരണം എന്ന് പറഞ്ഞാൽ രാവും പകലും ആ വർക്കിൻ്റെ ഒരു റിസൾട്ട് വരാൻ കാരണമേ മെയിൻ അവരാണ്. കാരണം ഞാനിപ്പോൾ ജസ്റ്റ് ഒരാൾ മേക്കപ്പ് ചെയ്തെങ്കിൽ കുറച്ച് നമ്മൾ റെസ്റ്റ് ഉണ്ട്, ഇവർക്കതില്ല.
കാരണം ഞാനിപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് സമയം ചീഫല്ലേ കുറച്ച് നേരം അവിടെ ഇരിക്കാം, എന്നാലും ഫുള്ള് ബ്ലഡിലായിരിക്കും, എന്നാലും ഇവർ ഫുൾ ടൈം നമ്മളവിടെ കട്ടയ്ക്ക് നിൽക്കുകയാണ്. കാരണം അത് ആ പ്രോസറ്റിക്ക് വർക്ക് ചെയ്യുന്ന ആൾ നമ്മളവിടെ പണി കഴിഞ്ഞ് അവർ പോയി, ബാക്കി കൺട്രോൾ ചെയ്യേണ്ടതും ബാക്കി അവരുടെ എല്ലാ ഡീറ്റെയിലിങ്ങും പ്രസൻറ്റിൽ കൊണ്ടുവരേണ്ട എല്ലാ ഈ അസിസ്റ്റൻസും ഞാനും കൂടെ ചെയ്തേ പറ്റുള്ളൂ, കാരണം എങ്കിലേ ആ റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ടീം വർക്ക് നന്നായിട്ട് ചിന്താലത്. ഈ ആർട്ടിസ്റ്റുകൾ ഡെലിക്കേറ്റ് ആണ്. അതെ അതെ, നമ്മൾ അവരുടെ മുഖത്ത്, പ്രത്യേകിച്ച് അവരുടെ മുഖത്ത് അതെ അതെ എന്തെങ്കിലും ചെയ്യുക എന്ന് പറയുന്നത് തന്നെ അതിനകത്തൊരു റിസ്ക് ഫാക്ടർ. ഇത്രയും ബ്രൂട്ടൽ ആയിട്ടുള്ള സീൻസ് എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ കണ്ടിന്യൂറ്റി ഷോട്ട് ചിലപ്പോൾ അടുത്ത ദിവസമായിരിക്കും, എന്തോ ആയിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് അവരുടെ മുഖത്ത് വെച്ച് ചോര വെച്ച് കളിക്കും. ഇപ്പോൾ ജഗദീഷന്റെ ആ ഒരു വീഡിയോ ഇപ്പോൾ ചേട്ടൻ കാണിച്ചത്, ആ വീഡിയോ ഉൾപ്പെടെയുള്ള വീഡിയോസിൽ ഞാൻ തന്നെ ആലോചിക്കുന്നത് നമുക്ക് ഇവരുടെ ഒരു കോപ്പറേഷനും അത്രയധികം അത്യാവശ്യമാണല്ലോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് കളിക്കുമ്പോഴേക്കും എന്താണ് നമ്മൾ അവർ ഫുൾ ഫ്രീ ആയിട്ട് വിട്ട് തരുന്നതാണോ, അല്ലെങ്കിൽ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഏതെങ്കിലും ആർട്ടിസ്റ്റിൽ നിന്ന് ഉണ്ടാവാറുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് ഒരാളുടെ സ്കിന്നിൽ ഉപയോഗിക്കുമ്പോൾ അവരുടെ സ്കിന്ന് നമ്മൾ ആദ്യം പഠിക്കണം. എന്താണ് സെൻസിറ്റീവ് ആണോ, ഡ്രൈ സ്കിന്നാണോ, ഓയിൽ സ്കിന്നാണോ, നമ്മൾ ആദ്യം ഒന്ന് പഠിക്കണം. എന്നിട്ട് അവിടുത്തെ ചോദിക്കണം എന്തെങ്കിലും പ്രോബ്ലം, അങ്ങനെ എന്തെങ്കിലും നേരത്തെ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് നേരത്തെ സൈഡ് എഫക്റ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള ഓപ്ഷൻ കണ്ടുപിടുത്തി. ഇപ്പോൾ നമുക്കിപ്പോൾ എല്ലാവർക്കും മേക്കപ്പ് വേണം എന്നില്ല. ഇപ്പോൾ സിനിമയിൽ ചില ആൾക്കാരുടെ തെറ്റിദ്ധാരണയുണ്ട്. പൊതുവേ തെറ്റിദ്ധാരണ സിനിമയിൽ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഈ പറഞ്ഞ് വെളുപ്പിക്കലോ പുട്ടിയിടലോ അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ശരിക്കും സിനിമയുടെ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മേക്കപ്പ് മാൻ്റെ എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ ഡിസൈൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ മേക്കപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഒരു മാനേജ് ചെയ്യുക, അവരുടെ ക്യാരക്ടർ എന്താണോ അതിനനുസരിച്ചുള്ള മാനേജ് ചെയ്യുക. അതൊരു ബാലൻസിങ് ആണ്, അതൊന്നും കൂടാനും പാടില്ല കുറയാനും പാടില്ല. അവിടെയാണ് നമ്മളൊരു മേക്കപ്പ് മാൻ്റെ ഒരു ഡീറ്റെയിലിംഗ് കഴിവെന്ന് പറഞ്ഞാൽ. നമ്മളൊരു വ്യക്തിയെ മേക്കപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ ബ്രോയിനെ മേക്കപ്പ് ചെയ്തിട്ട് വേറെ ആൾ പറയും എന്ത് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞവിടെ, കാരണം അത് ഫെയിലിയറാണ്. നമ്മൾ ഒരാളെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മേക്കപ്പ് ചെയ്ത ഫീൽ വരാൻ പാടില്ല. അതാണ് അവളെ സിനിമയുടെ ഒരു ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും വിന്നിങ് ആവുന്ന ആൾക്കാരുടെ ഒരു കഴിവ്. മനസ്സിലായോ? അവർ ചെയ്യുന്ന ഒരു ഡീറ്റെയിലിംഗ് ഉണ്ടല്ലോ, അത് ഭയങ്കര നാച്ചുറൽ ആയിരിക്കണം. അതാണ് ഞാൻ പഠിച്ചു വന്നത്. എൻ്റെ ആശാൻ്റെ അടുത്തു നിന്നും ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാത്ത ഒരാളാണ് ശരിക്കും. പക്ഷെ അതുകൊണ്ടാണ് നമുക്ക് നമുക്ക് അത്രയും എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ വന്ന വഴി അങ്ങനെയാണ്. കാരണം ഭയങ്കര റിയലായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ വന്നതാണ്. അപ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. കാരണം ഞാൻ അത്രയും നമ്മൾ എൻ്റെ ചെയ്തു വന്ന പടങ്ങൾ നോക്കിയറിയാം. ഈ ഫാരിമി ഉൾപ്പെടെ ഒരാൾക്ക് പോലും മേക്കപ്പ് ഫീൽ ഇല്ലാത്ത, ജഗദീഷ് ചേട്ടനായിരുന്നാലും ബേസിൽ ചേട്ടനായിരുന്നാലും ആ മേക്കപ്പ് ഉപയോഗിച്ചിരുന്ന ഗുരുവായൂരമ്പലം എന്ന് പറയുന്ന മൂവിയാണ് ഞാനിപ്പോൾ അടുത്ത്. അതായത് ഇപ്പം അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ മേക്കപ്പിൽ പണിയില്ലാതല്ല, പക്ഷെ എല്ലാവർക്കും ക്യാരക്ടർ ബേസ് നമ്മൾ ചെയ്യണം. അതെ അതെ, മഞ്ജു ചേച്ചി, ജഗദീഷ് ചേട്ടൻ, അവർക്കെല്ലാം നമ്മൾ ആ ഒരു ക്യാരക്ടർ ബേസ് എന്താണോ എന്നുള്ളതാണ്. എല്ലാവരും ഭംഗിയുള്ള ആൾക്കാരാണ്, നമ്മൾ അവരെ ഒരു ബാലൻസ് ചെയ്യണം. ഇപ്പം ഒരു ആർട്ടിസ്റ്റ് വരുമ്പോൾ അടുത്ത് ചേട്ടാ മേക്കപ്പില്ലെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ സീനിയർ ആർട്ടിസ്റ്റ് വരെയാണ് വന്നിട്ട് ചേട്ടാ മേക്കപ്പ് ഒന്നും ഇല്ല കേട്ടോ അഭിനയിക്കാൻ ഞാൻ വീട്ടിൽ പോകേണ്ടി വരും. മനസ്സിലായോ? അപ്പം നമ്മളത് ചെയ്താലും അതൊരു ബാലൻസിങ് ഉണ്ട്. അങ്ങനെ അതാണ് ചേട്ടാ ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അത്രയും ഞാൻ ലൈറ്റ് എന്ന് പറയുന്നില്ല, പക്ഷെ ഇങ്ങനെ ബ്ലഡ് അല്ലാത്തതും ഈ ബ്ലഡ് ഉള്ളതും തമ്മിൽ വ്യത്യാസമുള്ള ചേട്ടൻ തന്നെ പറഞ്ഞു. ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്ത് പരിചയമില്ല. അപ്പൊ നമ്മൾ അതിലേക്ക് വിളിക്കുമ്പോഴേക്കും ഈ ചോദിച്ചിരുന്നു ഞാൻ ചോദിക്കുന്ന സംവിധായകനോട് എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ആളെന്നെ അങ്ങനെ റെഫർ ചെയ്തതല്ല. കാരണം അവരൊരു പുതിയൊരു ടീമിനെ ബിൽഡ് ചെയ്യുകയാണ്. പുതിയൊരു ബിൽഡ്. കാരണം അനീഫിക്കയുടെ വർക്ക് നേരത്തെ ചെയ്യുന്നതൊക്കെ വേറെ ആൾക്കാരാണ്. അപ്പോൾ ഇതൊരു പുതിയൊരു പ്രൊഡക്ഷനാണ്, പുതിയൊരു ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ വർക്ക് കമ്മിറ്റ് ചെയ്തിരുന്ന പ്രൊഡക്ഷൻസിൻ്റെ എൻ്റെ സുഹൃത്തുക്കളായ ഹരിസിക്കയും റിൻചേട്ടനോട് എന്നെ കണക്ട് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ഞാൻ അനീഫിക്ക് പോയി സംസാരിച്ചപ്പോഴും എൻ്റെ ഡൗട്ട് കാരണം എനിക്ക് ഇവർ പറയുന്ന സമയത്ത് സബ്ജക്റ്റ് പറയുമ്പോൾ എനിക്ക് ഡൗട്ടാണ്, എന്നെക്കൊണ്ട് പറ്റുമെന്നുള്ളത്. ആ ഡൗട്ട് ഇരിക്കുന്ന സമയത്ത് അനീഫിക്ക് മനസ്സിലാക്കി അനീഫൊക്കെ പറയാണ് നീ ടെൻഷൻ ഒന്നും ആവണ്ട, നീ കൂളായിട്ട് അങ്ങ് ചെയ്താൽ മതി, നീ അങ്ങനെ ചെയ്താൽ മതി, ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ്. മനസ്സിലായി? അപ്പം ഞാൻ ഇത് കാരണം ഒന്ന് സംസാരിക്കാം. അനീഫ് അദേനി എന്ന സംവിധായകൻ സംസാരിക്കാറുണ്ടോ? കാരണം ഞാൻ ഇപ്പോൾ വൈറലായി നിൽക്കുന്ന ഒരു ക്ലിപ്പ് ഉണ്ട് പുള്ളിയുടെ. പുള്ളി ഒരു സ്റ്റേജിൽ നിന്നിട്ട് ഒന്ന് അഭിസംബോധന ചെയ്യാൻ പറയുമ്പോൾ പുള്ളി ഒന്നും മിണ്ടുന്നില്ല. പുള്ളി പ്രഭാസിനെ പോലെ ഇൻട്രോവേർട്ടാന്നൊക്കെ പറഞ്ഞ ചോദ്യങ്ങളുണ്ട്. പുള്ളി എങ്ങനെയാണ് സെറ്റിൽ സംസാരിക്കാറുണ്ട്? അതെ, സംസാരിപ്പം ഞങ്ങളുടെ ഭയങ്കര കമ്മിയാണ്. പക്ഷെ ഞാൻ ആളെ മീറ്റ് ചെയ്യുമ്പോൾ കേട്ടിട്ടുള്ള ഭയങ്കര ഡേഞ്ചറാണ്. ആൾ ഭയങ്കര ഷൗട്ടിങ് ആണ്, അതാണെന്ന് ഞാൻ മീറ്റ് ചെയ്തു. പക്ഷെ മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ മനസ്സിലായി ആൾ ഭയങ്കര കമ്പനിയാണ്, നമ്മുടെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് ആൾ. അല്ല വേറെ ഒരു ഈ പറഞ്ഞ ഡയറക്ടർ എന്നുള്ളൊരു വലിയ ഇതൊന്നും, നമ്മൾ ഒരു ബ്രദർ എന്നുള്ള രീതിയിലാണ് എപ്പോഴും കാണുന്നത്. എല്ലാം സംസാരിക്കാറുണ്ട് കാര്യങ്ങളൊക്കെ പേഴ്സണൽ. ഇപ്പോഴും കഴിഞ്ഞ ദിവസം ഇന്നും മെസ്സേജ് ചെയ്തു, എല്ലാ ദിവസവും ഗുഡ് മോർണിംഗ്. ചെറിയ ഈ ട്രോൾ വീഡിയോ ഒക്കെ വരില്ലേ, ട്രോൾ വീഡിയോ ഒക്കെ വരുമ്പോൾ എനിക്ക് മെസ്സേജ് ഇടും. മനസ്സിലായോ? ഈ നമ്മുടെ മാർക്കൊരു ട്രോൾ വീഡിയോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പം തന്നെ എനിക്ക് മെസ്സേജ് വരും. കാരണം അതൊക്കെ പുള്ളി എൻജോയ് ചെയ്യണം. മനസ്സിലായ? പിന്നെ ഈ പറഞ്ഞ പോലെ പൊതുവേദിയിൽ കുറച്ച് സംസാരിക്കേണ്ട പ്രശ്നം ഉണ്ടാവും, അല്ലാതെ വേറെ. പക്ഷെ ആള് അടിപൊളിയാണ്. ഇല്ല അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. എല്ലാവരും ഭയങ്കര സഹകരണമാണ്.
എല്ലായിടത്തും അടിപൊളിയാണ്. അതാ ഞാൻ ചോദിക്കുന്നത്, ഈ നമ്മൾ ബ്രൂട്ടലായിട്ട് കാണിക്കുന്ന വില്ലന്മാരുണ്ടല്ലോ, കബീർ ഉൾപ്പെടെയുള്ള ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ തിയേറ്ററിലൊക്കെ പോയി റെസ്പോൺസ് എടുക്കാൻ പോകുന്ന സമയത്ത് കേട്ടോ, നമ്മൾ ഈ അമ്മമാരൊക്കെ വന്നിട്ട് എന്തോന്ന് കാണിച്ചു വെച്ച് അവരുടെ ആ ഒരു ദേശത്തിന് പുറത്തും കൂടെ പറയുന്നതാ. അങ്ങനെ ഒരു വില്ലൻ പരിവേഷം കിട്ടുന്നുണ്ട്. ഇവരൊക്കെ എങ്ങനെയാണ് ശരിക്കും ഈ പറയുന്ന സിനിമയെ കാണുന്ന വില്ലത്തരേ ഉള്ളൂ. ഈ പണ്ട് ആൾക്കാർ പറയുന്നത് ശരിയാണ്. കാരണം കബീർ സിംഗ് കണ്ടേ നമ്മൾ പേടിക്കും, അത്ര ശരീരവും സത്തും വെക്കുവാണ്. പക്ഷേ ആള് ഭയങ്കര ചിൽ മൂഡാണ്. അത് വന്നു കഴിഞ്ഞാൽ രാവിലെ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു പ്രാർത്ഥനയും മേക്കപ്പ് ചെയ്യുന്ന പ്രാർത്ഥനയും, വരുന്നവർക്ക് സ്വീറ്റ്സ് കൊടുക്കുക, ഫുഡ് കൊടുക്കുക, ഭയങ്കര ട്രീറ്റായിട്ട് കാര്യം. ഇനി ഷൂട്ടിങ് മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാരക്ടറായി ക്യാമറ മുമ്പേ വരുമ്പോൾ മാത്രമേ ആ ഒരു ഭീകരാവസ്ഥ ഉള്ളൂ. ക്യാമറ പിന്നിൽ പിന്നെയും ഇവർ കുട്ടികളാണ്. ഇവരെല്ലാവരും കൂടി അന്താക്ഷരി കളിക്കുക, ഗെയിം കളിക്കുക, മറ്റേ ലൂഡോ കളിക്കുക, ബ്ലഡോടെ ഉണ്ണിപ്രോയായിരുന്നാൽ കൂടി ഫുൾ ബ്ലഡോടെ ഇരുന്നിട്ടാണ് ഇവരോടെ മിങ്ങായി സംസാരിച്ച് ഭയങ്കര കമ്പനിയായിരിക്കുന്നത്. ഫുൾ ബ്ലഡായിരിക്കും ദേഹത്ത് ബ്ലഡായിരിക്കും, ശരീരത്തൊക്കെ ബ്ലഡായിരിക്കും. ഈ ക്ലൈമാക്സ് എടുക്കുന്ന സമയത്ത് ആ വീട്ടിൽ ഉള്ള എല്ലാ ടീമും ബ്ലഡാണ്. കുട്ടികളായിരുന്നാലും ഈ വലിയ ആൾക്കാരായിരുന്നാലും കംപ്ലീറ്റ് ബ്ലഡിലാണ്. പക്ഷേ ഷോട്ടില്ലാ സമയത്ത് അവർ ഭയങ്കര എൻജോയ്മെൻറ്റുമാണ്. ഞാൻ ഈ ട്രോൾ വീഡിയോ കാരണം ചോദിക്കുക, ഈ സീക്വൻസിൽ പ്രത്യേകിച്ച് മാർക്കോയുടെ ബന്ധുക്കളെ എല്ലാവരെയും കൊന്നു നിന്നിട്ട് മാർക്കോ പോയി കുളിച്ചു പിന്നെ പോയി പ്രതികാരം ചെയ്തു. ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെ ട്രോൾ വീഡിയോ നിങ്ങൾ ഈ അണിയറ പ്രവർത്തകർ കാണുന്നുണ്ട്. അതൊക്കെ ട്രോളായിട്ട് മാത്രം നിൽക്കുന്നത്. കാരണം അത് കാണുമ്പോൾ രസമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ അതൊരു മാനസികാവസ്ഥയാണെന്ന് അത്രേ ഉള്ളൂ. അതെ ട്രോളായിട്ട്. പക്ഷെ ഇതൊക്കെ അനീഫൊക്കെ കാണുമ്പോൾ എൻജോയ് ചെയ്യാണ്. കാരണം എനിക്ക് അയച്ചു തരാറുണ്ട്. കഴിഞ്ഞ ദിവസം 2 ട്രോൾ അയച്ചത്. പുള്ളി ഭയങ്കര കമ്പനിയാണ്. അതെ ഭയങ്കര. ഇപ്പൊ തന്നെ കൊറിയയിൽ റിലീസിന് പോകുന്നു. ബാഹുബലിക്ക് ശേഷം സീരിയസ് ആയിട്ട് സംസാരിക്കുകയും ബാഹുബലിക്ക് ശേഷം പോകുന്ന ഒരു സൗത്ത് ഇന്ത്യൻ സിനിമ അത് നിസ്സാര കാര്യമേ അല്ല. ഏറ്റവും വലിയൊരു ബിഗ്ഗസ്റ്റ് ഓപ്പണിംഗ് ആയിട്ടാണ് കൊറിയ പോകുന്നത്. ഹിന്ദിയിൽ എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിച്ചത് ബേബി ജോൺ ആ പടത്തിന്റെ സ്ക്രീനുകൾ വെട്ടിക്കുറച്ച്, അതായത് 30 സ്ക്രീനിൽ നിന്ന് 330 മാർക്ക് ഒരു ജമ്പ ഒരു ശനിയാഴ്ച ഉണ്ട്. മലയാളം സിനിമ ഇത്രയധികം ചരിത്രമാണ്. അത് എല്ലാവരും ഭാഗമാവുക. നമ്മളിപ്പോൾ വർക്ക് ചെയ്ത ബേസ് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ മലയാളത്തിൽ കൂടെ അഭിമാനമാണ്. മലയാളികൾക്ക് പറയാൻ പറ്റുന്ന ഒരു മുഹൂർത്തമാണല്ലേ ഇതിപ്പോൾ. ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് പറയണല്ല, എല്ലാവർക്കും. അതെ 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 നമുക്കൊരു ഇൻഡസ്ട്രി വളർന്നു തുടക്കം നമ്മൾ ഓർമ്മയുണ്ടോ, സുവർണ്ണ കാലഘട്ടം അവസാനിക്കുമ്പോൾ പോലും ബൗണ്ടറീസ് കടന്നു. തീർച്ചയായിട്ടും അതിന്റെ ഒരു ബേസിൽ സിനിമകൾ വിജയിക്കണം. വിജയിച്ചാൽ മാത്രമേ ഞങ്ങളെപ്പോലുള്ള കുറേ പേർക്ക് ജോലിയുള്ളൂ. കാരണം മുഖ്യ സിനിമകളും വിജയിക്കണമെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടാണ് എല്ലാ പടം അറ്റൻഡ് ചെയ്യുന്നത്. കാരണം എങ്കിൽ മാത്രമേ എൻ്റെ കൂടെ നിൽക്കുന്നവർക്കും നമ്മളെ കൂടെ നിൽക്കുന്നവർക്കും പലർക്കും ജോലിയുള്ളൂ. ഈ ഒരു വലിയൊരു വ്യവസായമാണ്. അപ്പോൾ എന്തായാലും സിനിമകളെല്ലാം വിജയിക്കണം എന്ന് തന്നെയാണ് എൻ്റെയും പ്രാർത്ഥന, ഞാനും ആഗ്രഹിക്കുന്നത്. പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, ഈ സിനിമ കണ്ടത് ആസിഫ് അലിയുടെ കൂടെയാണ്. അതെ അത് മുഖ്യടുത്ത് എല്ലായിടത്തും. കാരണം ഞാനും ഒക്കെ അന്ന് ദുബായിലായിരുന്നു. ആസിഫൊക്കെ ഞാനും കൂടെ പോയാണ് സിനിമ കണ്ടത്. കാരണം അത് ഒന്നുമില്ല, ഞാൻ ഈ റിവ്യൂസ് എല്ലാം കാണുന്ന ഒരാളാണ്. കംപ്ലീറ്റ് റിവ്യൂസും. കാരണം ഈ മാർക്ക് ഇറങ്ങി അന്ന് ഞങ്ങൾക്ക് നൈറ്റ് ഷൂട്ടാണെങ്കിലും ഫസ്റ്റ് റിവ്യൂ മുതൽ അവസാന റിവ്യൂ വരെ ഞാൻ കാണുന്നത് വെച്ചാൽ നമ്മുടെ പേരാരെങ്കിലും പറയുന്നുണ്ടോ, മേക്കപ്പിനെ പറ്റി ആരെങ്കിലും പറയുന്നുണ്ടോ, ഒരു ക്യൂരിയോസിറ്റിയിൽ ഞാൻ കാണും. പക്ഷേ പ്രമുഖരായ ആരും നമ്മുടെ പേര് പറഞ്ഞില്ല. കാരണം അവർക്കപ്പോഴത്തേക്ക് നമ്മളെപ്പറ്റി അറിയത്തില്ല. അങ്ങനെ ഒരു മേക്കപ്പിനെ പറ്റി അവർ ഇമ്പോർട്ടൻ്റ് അതിൽ കൊടുക്കുന്നില്ല. ബാക്കിയെല്ലാം നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്, എല്ലാവരും അടിപൊളിയായിട്ട് പറയുന്നുണ്ട്, എല്ലാ റിവ്യൂസും കാണും. പക്ഷേ ന്യൂസ് 8 ഈ റിവ്യൂസ് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഗംഭീരമായിട്ടും ഇപ്പോഴും മാർക്കെ ഫോളോ ചെയ്ത് പോകുന്ന ചാനൽ പറയുന്നത് ന്യൂസ് 8 ആണ്. സീരിയലായിട്ട് ഞാനിവിടെ ഉണ്ടായിരുന്നുകൊണ്ടോ പറഞ്ഞതല്ല കേട്ടോ. പൊതുവേ അറിയാം ന്യൂസ് 8 ഈ മാർക്കയെ പറ്റി അപ്ഡേഷൻ എപ്പോഴും വരും. എന്നിട്ട് ഞാൻ കമൻറ്റ് വരെ ഇട്ടിട്ടുണ്ട്, ഞാൻ മാർക്കം മേക്കപ്പ് മാൻ സുധീർ സുരേന്ദ്രൻ ന്യൂസ് 8 എന്നിട്ട് പല നിങ്ങളെ കമൻറ്റിൽ നോക്കിയാലും അറിയാം. എന്നിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യും, ഇപ്പോൾ വിളിക്കുമായിരിക്കും സീരിയസ് ആയിട്ട്. അതായത് നിങ്ങളുടെ റിവ്യൂ പോകുമ്പോൾ ഞാനിങ്ങനെ എഴുതിടും, മാർക്കോയുടെ മേക്കപ്പ് മാൻ സുധീർ സുരേന്ദ്രൻ ഫ്രം ന്യൂസ് 8 എന്ന് വരെ എഴുതി ഞാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ തിരിച്ചിവിടെ എത്തി. സീരിയസ് ആയിട്ട് ഇപ്പോഴും നോക്കി അറിയാൻ പറ്റും. കാരണം ഒരു ആഗ്രഹമാണ് നമുക്ക്. ഞാനൊക്കെ ഒരു 16 വർഷം കഴിഞ്ഞു ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിൽ. ഈ പറഞ്ഞ പോലെ ഇത്രയും കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ബലമാണ്. ഇപ്പോൾ ഇത്രയും സ്ട്രെയിൻ എടുത്ത് ഇത്രയും എന്താ ഹാർഡ് വർക്ക് എടുത്ത് ഇതുവരെ എത്തിയതിൻ്റെ ഒരു ബലമാണ്. അത് നമ്മളിപ്പോൾ പറയുന്നുണ്ട്, നീ ഓടിയാണ് ഇൻ്റർവ്യൂ കൊടുക്കേണ്ടത്. ഇതൊരു ആഗ്രഹമാണ്, മനസ്സിലായി. പലതും ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത്.
ഇനി അങ്ങോട്ട് പല കാര്യങ്ങളും നടക്കും. അതാണ് ഇനി അങ്ങോട്ടുള്ളത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. കാരണം ഇപ്പോൾ ഈ സിനിമയുടെ ഒരു ജൈജാൻറ്റിക് പോക്കാണ്. അപ്പോൾ ആ ഒരു പോക്കിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ചേട്ടൻ, മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് മൊത്തത്തിലായിട്ട്. ഞാൻ പറയുന്നത് ഇനി വരുന്ന പ്രോജക്ട്സിലോ കാര്യങ്ങളിലോ ഒക്കെ തന്നെ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും ഒരു സെലക്ഷൻ പ്രോസസ്സിലായിക്കോട്ടെ. കാരണം എനിക്ക് തോന്നുന്നു ഇത് ഏറ്റവും കൂടുതൽ ഇനി വരാൻ പോകുന്ന ആക്ഷൻ സിനിമകളെല്ലാം മാർക്കോയ്ക്ക് ഒരു ബേസ് ആയിട്ടായിരിക്കും. ഇപ്പൊ രവി ബസൂർ വരുമ്പോൾ എക്സാമ്പിൾ KGF ചെയ്തത് കൊണ്ടും ഒരു ഹൈ വോൾട്ടേജ് ആക്ഷൻ സിനിമയിൽ അദ്ദേഹം നമ്മൾ മാർക്കോയിൽ വരുന്നു. അതേപോലെ തന്നെ ഇപ്പൊ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ തന്നെ ഇനി വരാൻ പോകുന്ന ഒരു വയലന്റ് ആക്ഷൻ പടത്തിന് ഇപ്പൊ ചേട്ടനെ സമീപിക്കാൻ സാധ്യതയുണ്ട്, അതിനുള്ളൊരു സ്കോപ്പും ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് എങ്ങനെയായിരിക്കും ഇനി സെലക്ഷൻ പ്രോസസ്, മാറ്റങ്ങൾ ഉണ്ടാവുമോ ഈ ഒരു വിജയത്തിന് ശേഷം? ഉണ്ടാവും, തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവും. അതിനകത്ത് ഉത്തരവാദിത്വം കൂടും. കാരണം നമ്മളിപ്പോൾ ഈ ഒരു ബെഞ്ച് മാർക്കിൽ നിൽക്കുമ്പോൾ നമുക്കിനി റെസ്പോൺസ് കൂടും. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സബ്ജക്റ്റ് ഇപ്പോൾ എൻ്റെ അടുത്ത് പറയുമ്പോൾ അതിനനുസരിച്ച് ഞാൻ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടിയും നമ്മളതിൻ്റെ റെസ്പോൺസ് എടുക്കും. കാരണം അത് ഉത്തരവാദിത്വം കൂടുകയാണ് നമുക്ക്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇനിയിപ്പോൾ എന്ത് വർക്കും ചെയ്യാനുള്ള ഒരു ധൈര്യമുണ്ട്. ഇതിപ്പോൾ ഏത് ഹോളിവുഡിൽ പോയി ചെയ്യാനും ഞാൻ സുധീസ് റെഡിയാണ്. അതുകൊണ്ടും നമുക്കൊരു മാർക്ക്, ഒരു ബെഞ്ച് മാർക്കായിട്ടും മാർക്ക് കൂടെ കിട്ടിയ ഒരു കോൺഫിഡൻറ്റും വർക്ക് ചെയ്യാൻ, ഒരു കൂടുതൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് അനുസരിച്ച് വർക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യും. എന്തായാലും താങ്ക് യു സോ മച്ച് ചേട്ടാ. തീർച്ചയായും താങ്ക് യു.